വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്, ദിസ് ഇസ് കിരൺ CS KCS ക്ലാസ്സസിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അസിസ്റ്റന്റ് പ്രൊഫസർ ഓഫ് കോമേഴ്സ് കേരള PSC സിലബസ് ബേസ്ഡ് പ്രിപ്പറേഷൻസ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സബ്ജക്ട് GST ആണ്. ഇന്ത്യയുടെ ടാക്സേഷനിലെ GST ആണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഗുഡ്സോ സർവീസസോ സപ്ലൈയുടെ കീഴിൽ വരുമ്പോഴാണ് അതിന് GST ടാക്സ് ഇമ്പോസ് ചെയ്യാം. സോ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു സെക്ഷൻ 7 സബ്സെക്ഷൻ 1A 1B 1C ഇതൊക്കെയാണ് GSTയുടെ കീഴിൽ വരുന്ന അല്ലെങ്കിൽ സപ്ലൈ ആയിട്ട് വരുന്ന കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സെക്ഷൻസ് ആണ് 1C വരെ പറഞ്ഞത്. അതിനുശേഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് സെക്ഷൻ 7 സബ്സെക്ഷൻ 1D ആണ്. ആ 1D നമ്മളിപ്പോ അമെൻഡ് ചെയ്തിട്ട് പറയുന്നത് സെക്ഷൻ 7 സബ്സെക്ഷൻ 1A ആണ്, ദാറ്റ് ഈസ് ഷെഡ്യൂൾ 2. സോ ഷെഡ്യൂൾ 2 അല്ലെങ്കിൽ സെക്ഷൻ 7 സബ്സെക്ഷൻ 1A പെക്യുലാരിറ്റി ആണ് നമ്മളിപ്പോ ലാസ്റ്റ് 2 വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ട്രാൻസാക്ഷൻസ്, ചില ആക്ടിവിറ്റീസ് അത് ഗുഡ്സ് ആണോ സർവീസ് ആണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ആണ് നമുക്ക് പലപ്പോഴും ഉണ്ടാവുക. അപ്പോൾ GST ചാർജ് ചെയ്യുമ്പോൾ അത് ഗുഡ്സിന്റെ കീഴിൽ വരുമോ അതോ സർവീസിന്റെ കീഴിൽ വരുമോ? അപ്പോൾ അതിന്റെ ഒരു ക്ലാരിറ്റി ആണ് ഷെഡ്യൂൾ 2 സെക്ഷൻ 7 സബ്സെക്ഷൻ 1A ആയിട്ട് പറയുന്നത്, 1D അമെൻഡ് ചെയ്തിട്ട്. സോ ടോട്ടൽ അവിടെ ഒരു 7 പോയിന്റ്സ് ആണ് അങ്ങനെ ഒരു കൺഫ്യൂഷൻ സാധാരണ നമുക്ക് വരാൻ സാധ്യതയുള്ളത്. സോ അതില് ഏതൊക്കെയാണ് ഗുഡ്സ് ഏതൊക്കെയാണ് സർവീസിന്റെ കീഴിൽ വരാന്നുള്ളതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള 2 പോയിന്റ്സ് ലാസ്റ്റ് 2 വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിലോട്ട് വരാണ് ചില ആക്ടിവിറ്റീസ് ഗുഡ്സ് ആണോ സർവീസ് ആണോ എന്നുള്ളതിന്റെ കറക്റ്റ് ക്ലാരിറ്റി ആണ് സെക്ഷൻ 7 സബ്സെക്ഷൻ 1A നടത്തുന്നത്. സോ ടോട്ടൽ 7 പോയിന്റ്സ് ആണ് അവിടെ വരുന്നത്. ആ 7 പോയിന്റ്സിൽ നമ്പർ 1 ട്രാൻസ്ഫർ ഓഫ് അസെറ്റ്സ്, നമ്പർ 2 ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, number 3 treatment or process, number 4 treatment transfer of business assets, number 5 supply of services, then composite supply and finally supply of goods. ഇങ്ങനെ ടോട്ടൽ 7 പോയിന്റ്സ് ആണ് ഇവിടെ സെക്ഷൻ 7 സബ്സെക്ഷൻ 1A ഉള്ള. കഴിഞ്ഞ 2 വീഡിയോയിൽ നമ്മൾ ഫിനിഷ് ചെയ്തത് അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്തത് ആദ്യം സപ്ലൈ ഓഫ് സർവീസിന്റെ കീഴിൽ വരുന്ന പോയിന്റ്സും അതിനുശേഷം ട്രാൻസ്ഫർ ഓഫ് അസെറ്റ്സ്, ട്രാൻസ്ഫർ എന്താണെന്നുള്ള ഈ 2 കാര്യങ്ങളാണ് നമുക്ക് ലാസ്റ്റ് 2 വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് അവസാനിപ്പിച്ച് അതിനെ റിലേറ്റ് ചെയ്തുള്ള കുറച്ച് പ്രോബ്ലംസും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാവർക്കും ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. സപ്ലൈ ഓഫ് സർവീസിന്റെ കീഴിൽ വരുന്ന കാര്യങ്ങള്, ദെൻ ട്രാൻസ്ഫർ ഓഫ് അസെറ്റ്സിന്റെ കീഴിൽ വരുന്ന കാര്യങ്ങൾ. ഇനി ബാലൻസ് ഒരു 5 പോയിന്റും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാണ്ട്. ഓക്കെ, സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ബാലൻസ് പോയിന്റ്സ് ആണ്. അപ്പൊ അതിൽ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലാൻഡ് ആൻഡ് ബിൽഡിങ്ങും രണ്ടാമതായിട്ട് ട്രീറ്റ്മെന്റ് ഓഫ് പ്രോസസ്സും ആണ്. സോ നമ്മൾ ഓൾറെഡി ഈ ഒരു സെക്ഷനിൽ ഫിനിഷ് ചെയ്തിട്ടുള്ളത് ട്രാൻസ്ഫർ ഓഫ് അസെറ്റ്സും സപ്ലൈ ഓഫ് സർവീസും ആണ്. എന്താണ് കൺസെപ്റ്റ്? ചില ആക്ടിവിറ്റീസ് നമ്മൾ അസെറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അത് സപ്ലൈ ഓഫ് ഗുഡ്സ് ആണോ സർവീസ് ആണോ എന്നുള്ളതിന്റെ ക്ലാരിറ്റിയാണ് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ തന്നിട്ടുണ്ടായിരുന്നത്. ദെൻ അതിനേക്കാൾ മുമ്പ് സപ്ലൈ ഓഫ് സർവീസ് എന്താണ്, സപ്ലൈ ഓഫ് സർവീസിന്റെ കീഴിൽ വരുന്ന പോയിന്റ്സ് എന്തൊക്കെയാണ്, നമുക്ക് കൺഫ്യൂഷൻ വരുന്ന കുറച്ച് പോയിന്റ്സ് ഉണ്ട്. അത് സർവീസ് ആണോ ഗുഡ്സ് ആണോ എന്നതിന്റെ കറക്റ്റ് ക്ലാരിറ്റി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ ഈ 2 പോയിന്റ്സ് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ ആ വീഡിയോസ് കാണാൻ ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് ലിങ്ക് സജസ്റ്റഡ് ഡീറ്റെയിൽസിൽ ഇടുന്നുണ്ട്. സോ ഈ 2 പോയിന്റ് നമ്മൾ ഫിനിഷ് ചെയ്തു. അപ്പൊ നമ്മൾ നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ആണ്. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു പോയിന്റ് ആണ് മൂവബിൾ പ്രോപ്പർട്ടി, മൂവബിൾ ഗുഡ്സിനെയാണ് നമ്മൾ GSTയുടെ താഴെ ഇൻക്ലൂഡ് ചെയ്ത് ടാക്സ് അല്ലെ ടാക്സേഷന്റെ കീഴിൽ കൊണ്ടുവരാം. മൂവബിൾ അല്ലാത്ത എന്തും സർവീസ് ആണ്. ഓക്കെ, അപ്പോ മൂവബിൾ ഗുഡ്സ് അല്ലെങ്കിൽ മൂവബിൾ ഗുഡ്സ് അല്ലാത്ത ബാക്കി എന്തും നമ്മൾ സർവീസിന്റെ കീഴിലാണ് ഇൻക്ലൂഡ് ചെയ്യുക. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ടായിരുന്നു ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഇങ്ങനെയുള്ള ഇമ്മൂവബിൾ പ്രോപ്പർട്ടി നെഗറ്റീവ് ലിസ്റ്റിലാണ് വരാം. നെഗറ്റീവ് ലിസ്റ്റിൽ വരുന്ന ഐറ്റത്തിന് നമ്മൾ GST കൊടുക്കേണ്ടതില്ല. പക്ഷേ ഈ പറയുന്ന ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, ഇമ്മൂവബിൾ ഗുഡ്സ് അതിന് ചില സമയത്ത് അതിന്റെ യൂസേജിനനുസരിച്ചിട്ട് അവിടെ GST ഇമ്പോസ് ചെയ്യേണ്ടി വരും. സോ അതാണ് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ള ലാൻഡ് ആൻഡ് ബിൽഡിംഗില്. ലാൻഡും ഉണ്ട് ബിൽഡിംഗ് ഉണ്ട്. സോ എപ്പോഴൊക്കെയാണ് ലാൻഡിന് GST ചാർജ് ചെയ്യേണ്ടി വരാം, എപ്പോഴൊക്കെയാണ് ബിൽഡിങ്ങിന് ചാർജ് ചെയ്യേണ്ടി വരാം, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ്. നമ്മൾ പെർമനന്റ് ട്രാൻസ്ഫർ ആണ് നടത്തുന്നത് എങ്കിൽ, ഓൾറെഡി കൺസ്ട്രക്ഷൻ ഒക്കെ കഴിഞ്ഞിട്ടുള്ള ബിൽഡിംഗ് ആണ് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ അവിടെ നെഗറ്റീവ് ലിസ്റ്റിലാണ് വരാ.
ബിക്കോസ് എന്താണ് അതിന്റെ റീസൺ പറഞ്ഞ ഏതൊരു ഗുഡ്സോ അല്ലെങ്കിൽ ഏതൊരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയോ നമ്മള് എക്സാമ്പിൾ ബിൽഡിംഗ് ഒക്കെ കൺസ്ട്രക്ഷൻ മൊത്തം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മള് ഗുഡ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഗുഡ്സ് ആയിട്ട് കൺസിഡർ ചെയ്യണമെങ്കിൽ മൂവബിൾ ആയിരിക്കണം. ഇവിടെ ഇമ്മൂവബിൾ ആണ്, സോ സർവീസിന്റെ കീഴിലാണ് വരാ. പക്ഷേ അങ്ങനെ ഒരു എന്താണ് ബിൽഡിംഗ് ഇമ്മൂവബിൾ ആയിട്ടുള്ള മേടിക്കുമ്പോൾ 100% നമ്മൾ സർവീസിന്റെ കീഴിൽ വെക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഏരിയാസിനെയാണ് ഐറ്റത്തിനെയാണ് നമ്മൾ നെഗറ്റീവ് ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, പക്ഷേ ഇത് പെർമനന്റ് ട്രാൻസ്ഫർ ഓഫ് ടൈറ്റില് പെർമനന്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് പകരം ലീസിനോ റെന്റിനോ ഒക്കെ ഈ പറയുന്ന ഇമ്മൂവബിൾ പ്രോപ്പർട്ടി കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് സപ്ലൈ ഓഫ് സർവീസ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. സോ ഇതാണ് നമുക്ക് ആദ്യം ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന്റെ കേസിൽ അറിയേണ്ടത്. ലാൻഡ് ആവട്ടെ ബിൽഡിംഗ് ആവട്ടെ, എനി ലീസ്, ടെനൻസി, ലീസ് ടു, ലൈസൻസ് ടു ഓക്യുപ്പൈ ലാൻഡ്. ഇപ്പൊ നമ്മൾ പലപ്പോഴും മൈൻസ്, ക്വാറീസ് ഇതൊക്കെ ഗവൺമെന്റ് അതിന്റെ ലൈസൻസ് കൊടുക്കും. അല്ലെങ്കിൽ നമുക്ക് താമസിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കൃഷി മറ്റു കാര്യങ്ങൾക്കൊക്കെ എന്തെങ്കിലും ആക്ടിവിറ്റീസിനൊക്കെ വേണ്ടിയിട്ട് ഭൂമി നമ്മൾ ലീസിനെടുക്കും. അങ്ങനെയാണെങ്കിൽ ആ ലീസ് അല്ലെ, അങ്ങനെ ലീസിന് എടുത്തിട്ടാണ് ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി യൂസ് ചെയ്യണമെങ്കിൽ ഇറ്റ് ഷുഡ് കംസ് അണ്ടർ GST. സപ്ലൈയുടെ കീഴിൽ വരും, GST ചാർജ് ചെയ്യേണ്ടി വരും. സോ അതിന് നമ്മൾ സപ്ലൈ ഓഫ് സർവീസ് ആയിട്ടാണ് കണക്കാക്കുക. അപ്പോൾ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആയിട്ടുള്ള ലാൻഡ് നമ്മൾ ലീസിനോ ടെനൻസി ഒക്കെ ആയിട്ട് ലൈസൻസ് ഒക്കെ നമ്മൾ അതിനെ എടുക്കുന്നുണ്ടെങ്കിൽ അത് GSTയുടെ സപ്ലൈയുടെ കീഴിൽ വരും. സപ്ലൈ ഓഫ് സർവീസ് ആണ് GST ചാർജ് ചെയ്യേണ്ടി വരും. ലൈക്ക് ദാറ്റ് ഇൻ ദി കേസ് ഓഫ് ബിൽഡിംഗ്, എനി ലീസ് ഓർ ലെറ്റിംഗ് ഔട്ട് ഓഫ് ബിൽഡിംഗ്. നമ്മൾ ഓൾറെഡി പഠിച്ചൊരു കാര്യമാണ്. ഫുൾ കൺസ്ട്രക്ഷൻ കഴിഞ്ഞിട്ടുള്ള ഒരു ബിൽഡിംഗ് മേടിക്കുമ്പോൾ അത് നെഗറ്റീവ് ലിസ്റ്റിലാണ്. അണ്ടർ കൺസ്ട്രക്ഷൻ അല്ലെ, കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത അണ്ടർ കൺസ്ട്രക്ഷൻ ആണെങ്കിലാണ് അത് അവിടെ സപ്ലൈയുടെ കീഴിൽ വരിക, ദെൻ GST ചാർജ് ചെയ്യുക. ഇവിടെ നമ്മളൊരു ബിൽഡിംഗ് ലീസിനോ റെന്റിനോ എടുക്കുകയാണെങ്കിൽ അത് സപ്ലൈ ഓഫ് സർവീസ് ആണ്. സോ നമ്മൾ അതിന്റെ ബേസിലാണ് GST ചാർജ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് എന്താണ് സെക്കൻഡ് പോയിന്റ്. ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന്റെ കേസിൽ ഒരു കാരണവശാലും കൺഫ്യൂഷൻ വരരുത്. ലാൻഡോ ബിൽഡിങ്ങോ പെർമനന്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അത് നെഗറ്റീവ് ലിസ്റ്റ് ആണ്, ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആയതുകൊണ്ട്. ഇവിടെ ലൈസൻസോ റെന്റോ ആണെങ്കിലാണ് അത് സപ്ലൈ ഓഫ് സർവീസ് ആയിട്ട് കൺസിഡർ ചെയ്ത് GST ചാർജ് ചെയ്യുന്ന വരാം. ഓക്കെ അല്ലേ? ഇനി നമ്മൾ നെക്സ്റ്റ്, അപ്പോ ഇത് കഴിഞ്ഞു. നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ട്രീറ്റ്മെന്റ് ഓർ പ്രോസസ് ആണ്. എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത്? ട്രീറ്റ്മെന്റ് ഓർ പ്രോസസ്. ഞാൻ അതിന്റെ ബ്രാക്കറ്റിൽ തന്നെ എഴുതിയിട്ട് ജോബ് വർക്ക്. അപ്പൊ പലപ്പോഴും ആൾക്കാർ ചെയ്യുന്നതാണ്, ഒരു പ്രോഡക്റ്റ് സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് പകരം ജോബ് വർക്ക് കൊടുക്കും. എന്ന് വെച്ചാൽ എന്താ, ഫോർ എക്സാമ്പിൾ എനിക്കൊരു ടോയ്സ് ആണ് മാനുഫാക്ചർ ചെയ്യേണ്ടത്. സോ ഞാൻ എന്ത് ചെയ്യും, ഈ ടോയ്സ് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ റോ മെറ്റീരിയൽ, ദാറ്റ് മീൻസ് പ്ലാസ്റ്റിക് മുഴുവൻ ഞാൻ മേടിച്ച് ഇത് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് ആൾക്കാരിലോട്ട് ഒരു ഗ്രൂപ്പിന് കൊടുക്കുകയാണ്. അവരത് മാനുഫാക്ചർ ചെയ്തിട്ട് എൻ്റെ പ്രോഡക്റ്റിന്റെ ബ്രാൻഡൊക്കെ വെച്ച് എനിക്ക് തരും. അപ്പൊ അവിടെ എന്താണ് നടക്കുന്നത്, ആ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽ കൊടുക്കും, ദെൻ ആ ജോബ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ജോബ് ചാർജ് ഒക്കെ കൊടുത്ത് എൻ്റെ ബ്രാൻഡിൽ അടിച്ച് എനിക്ക് തരാണ്. അപ്പൊ പല പ്രോഡക്റ്റുകളും അങ്ങനെയാണ്, സ്വന്തമായിട്ട് അവർ മാനുഫാക്ചർ ചെയ്യുന്നതിന് പകരം ഒരു ഗ്രൂപ്പ് ഓഫ് വർക്കേഴ്സിന് കൊടുത്ത് അവരെ കൊണ്ടത് പണി ചെയ്യിപ്പിച്ചിട്ട് കൊണ്ടുവരാണ്. അതിനാണ് പറയുന്നത് ജോബ് വർക്ക്. അപ്പോ ഇൻ ദി ഏർലിയർ സ്റ്റേജ്, ഇപ്പൊ GST വരുന്നേക്കാൾ മുമ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, മാനുഫാക്ചർ ചെയ്യുമ്പോൾ അവിടെ എക്സൈസ് ഡ്യൂട്ടിയാണ് വരാം. അപ്പൊ എക്സൈസ് ഡ്യൂട്ടി അവിടെ ചാർജ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് ആരുടെ കയ്യിലാണോ പൊസഷൻ ഓഫ് ഗുഡ്സ് ഉള്ളത്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിൾ ആണെങ്കിൽ ആരുടെ കയ്യിലായിരിക്കും പൊസഷൻ? ഈ ജോബ് വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ കയ്യിലായിരിക്കും പൊസഷൻ. സോ അവർക്കാണ് ഈ പറയുന്ന എക്സൈസ് ഡ്യൂട്ടി ചാർജ് ചെയ്യേണ്ടി വരാം. പക്ഷേ ഇപ്പോ അങ്ങനത്തെ ഒരു രീതി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കേസ് വരുമ്പോ ഈ പറയുന്ന GST ചാർജ് ചെയ്യുന്നത് എങ്ങനെയാണ്? ട്രീറ്റ്മെന്റ് ഓർ പ്രോസസ്. ജോബ് വർക്ക് ആണെങ്കിൽ എനി ട്രീറ്റ്മെന്റ് ഓർ പ്രോസസ് വിച്ച് ഈസ് അപ്ലൈഡ് ടു അനദർ പേഴ്സൺസ് ഗുഡ്സ്. എന്താണ് പറയുന്നത്? എനി ട്രീറ്റ്മെന്റ് ഓർ പ്രോസസ് വിച്ച് ഈസ് അപ്ലൈഡ് ടു അനദർ പേഴ്സൺസ് ഗുഡ്സ്. അതിന് നമ്മൾ പറയാ സപ്ലൈ ഓഫ് സർവീസ് ആയിട്ടാണ്. അപ്പൊ എന്താ പറയുന്നത്, എന്റെ ഒരു ബ്രാൻഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ റോ മെറ്റീരിയൽ എടുത്ത് വേറൊരാൾക്ക് ജോബ് വർക്ക് കൊടുക്കുകയാണെങ്കിൽ അതിനെ പറയാ സപ്ലൈ ഓഫ് സർവീസ് ആണ്. സോ സപ്ലൈ ഓഫ് സർവീസിന്റെ കീഴിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് അവിടെ GST കൊടുക്കേണ്ടി വരും. ക്ലിയർ? അപ്പൊ ആദ്യം അത് GSTക്ക് മുമ്പുള്ള പ്രത്യേകത മാനുഫാക്ചർ ചെയ്യണോ, പൊസഷൻ ആരുടെ കയ്യിലാണോ അതിന്റെ ബേസിൽ എക്സൈസ് ഡ്യൂട്ടി ആയിരുന്നു. പക്ഷെ GST വന്നതിന് ശേഷം അതിനെ സപ്ലൈ ഓഫ് സർവീസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യണം. ബിക്കോസ് എന്താണ്, എന്റെ പ്രോഡക്റ്റ് ഞാൻ ജോബ് വർക്ക് മാത്രം വേറൊരു ആൾക്ക് കൊടുത്ത് ചീപ്പിച്ച് കൊണ്ടുവരാണ്.
അതുകൊണ്ടാണ് അതിനെ സപ്ലൈ ഓഫ് സർവീസ് എന്ന് കൺസിഡർ ചെയ്തിട്ട് GST കീഴിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള. ക്ലിയർ? സോ അതാണ് പലപ്പോഴും ക്ലാരിറ്റി, ഈ പറയുന്ന സപ്ലൈ ഓഫ് ഗുഡ്സ് ആണോ സർവീസ് ആണോ എന്നുള്ളതിന്റെ ഒരു ക്ലാരിറ്റി വരാറുള്ള വേറൊരു ഐറ്റം. സോ ദാറ്റ് ഈസ് എന്താണ് നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ്, ട്രീറ്റ്മെന്റ് ഓർ പ്രോസസ്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് കാണാനുള്ളത് ട്രാൻസ്ഫർ ഓഫ് ബിസിനസ് അസറ്റ്സ് ഉണ്ട്, കോമ്പോസിറ്റ് സപ്ലൈ ഉണ്ട്, സപ്ലൈ ഓഫ് ഗുഡ്സ് ഉണ്ട്. 3 പോയിന്റ് കൂടി ഉണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഇന്ന് 2 പോയിന്റ് കണ്ടു കഴിഞ്ഞു. സോ ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള 1-2 പ്രോബ്ലംസ് നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാം. സോ മൂവിങ് ടു പ്രോബ്ലംസ്. സെക്ഷൻ 7 സബ്സെക്ഷൻ 1A ഷെഡ്യൂൾ 2-നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള 2 ഐറ്റംസ് ആണ് ഡിസ്കസ് ചെയ്തിട്ട് തന്നെ, ലാൻഡ് ആൻഡ് ബിൽഡിങ്ങും അതിനുശേഷം പ്രോസസ് ഓർ ട്രീറ്റ്മെന്റ്. സോ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു 3 പ്രോബ്ലം നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. സോ നമ്പർ 1 വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്. എ ഷോപ്പ് ലെറ്റ് ഓൺ ഇൻ എ മാർക്കറ്റ് ഏരിയ. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഈ പറയുന്ന ലാൻഡ് ആവട്ടെ ബിൽഡിംഗ് ആവട്ടെ നമ്മൾ റെന്റിനോ അല്ല ലീസിനോ എടുത്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് സപ്ലൈ ഓഫ് സർവീസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക, GST കീഴിൽ വരുന്നതാണ്. സോ സപ്ലൈ ഓഫ് സർവീസ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക, ടാക്സബിൾ ആണ്. ഓക്കെ, നമ്പർ 1 വളരെ സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ ആണ്. ഇനി മൂവിങ് ടു നമ്പർ 2, രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് മിസ്റ്റർ എ ട്രേഡർ ഓഫ് സ്റ്റീൽ ആർട്ടിക്കിൾസ് purchases steel bars of 10 meter for rupees 1 lakh. അപ്പോൾ മിസ്റ്റർ എ ട്രേഡർ ആണ്, സ്റ്റീൽ ആർട്ടിക്കിൾസ് പർച്ചേസ് ചെയ്യുന്നു, സ്റ്റീൽ ബാൾസ് ആണ് 10 meter for rupees 1 lakh. He gave these steel balls to Mr. B. അപ്പോൾ എ ഈ പറയുന്ന സ്റ്റീൽ ബാൾസ് മേടിച്ചിട്ട് ആർക്ക് കൊടുത്തു? ബിക്ക് കൊടുത്തു. ബി ആരാണ്? ഒരു ജോബ് വർക്കറാണ്. ഫോർ കട്ടിംഗ് ദി ബാൾസ്, ഈ സ്റ്റീൽ ബാൾസ് മേടിച്ചിട്ട് കട്ട് ചെയ്യാൻ ആർക്ക് കൊടുത്തു? ബിക്ക് കൊടുത്തു. മിസ്റ്റർ ബി ചാർജ് rupees 20,000 as his job charges. അപ്പൊ മിസ്റ്റർ ബി 20,000 rupees ചാർജ് ചെയ്തു, ജോബ് വർക്ക് ചാർജസ് ആയിട്ട് 20,000. Mr. B seeks clarification whether he will be liable to pay GST on the cut bars and if so, GST അവിടെ applicable ആണോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഉണ്ടെങ്കിൽ ഫൈൻഡ് ദി വാല്യൂ. അപ്പോൾ എ എന്ന് പറയുന്ന ട്രേഡർ സ്റ്റീൽ ബാൾസ് മേടിച്ച് ബിക്ക് കൊടുത്തു. ആ സ്റ്റീൽ ബാൾസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മിസ്റ്റർ ബി ചാർജ് ചെയ്തത് 20,000 rupees ആണ്. അങ്ങനെയാണെങ്കിൽ അത് GST കീഴിൽ വരും. നമ്മൾ ഓൾറെഡി ഇപ്പൊ തന്നെ പഠിച്ചുള്ളൂ എന്താണ്, ജോബ് വർക്ക് ആണ്. ആക്ച്വൽ ഗുഡ് അല്ലെങ്കിൽ റോ മെറ്റീരിയൽ അല്ലെങ്കിൽ ആക്ച്വൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എയുടെയാണ്. അത് മേടിച്ചിട്ട് അതൊരു ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റ് പ്രോസസ്സിനോ വേണ്ടിയിട്ട് ബിക്ക് കൊടുത്തു. നാച്ചുറലി ഇറ്റ് ഷുഡ് കംസ് അണ്ടർ സപ്ലൈ ഓഫ് സർവീസ്. അതിനെ സപ്ലൈ ഓഫ് സർവീസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. സോ അവിടെ ടാക്സ് കൊടുക്കേണ്ടി വരും. ഓക്കെ, മിസ്റ്റർ ബി being a job worker is liable to pay GST. ജോബ് വർക്കർ ആണ്, he is liable to pay GST. Value of job work charges is 20,000. It is called supply of service. അപ്പോൾ അത് സപ്ലൈ ഓഫ് സർവീസിന്റെ കീഴിൽ വരും. ട്രീറ്റ്മെന്റ് ഓർ പ്രോസസ് എന്ന് പറയുന്നതിന്റെ കീഴിലാണ് വരാം. ക്ലിയർ? അപ്പോൾ സപ്ലൈ ഓഫ് സർവീസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു എക്സാമ്പിൾ പ്രോബ്ലം ആണ് നമ്മൾ കണ്ടത്. അതേപോലെ തന്നെ വേറൊരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ള ഒരു പ്രോബ്ലം ആണ് നമുക്ക് നെക്സ്റ്റ് കാണാനുള്ള. അതും കൂടി നമ്മൾ പറഞ്ഞ് ഇന്നത്തെ വീഡിയോ ഫിനിഷ് ചെയ്യാണ്. നമുക്ക് പ്രോബ്ലത്തിലോട്ട് പോവാം. ക്രൗൺ ബീർ പ്രൈവറ്റ് ലിമിറ്റഡ്, ബീർ മാനുഫാക്ചറേഴ്സ് ആണ്. ക്രൗൺ ബീർ പ്രൈവറ്റ് ലിമിറ്റഡ് സപ്ലൈസ് raw material to a job worker KM Limited for manufacture of alcoholic liquor for human consumption. നമ്മളിത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം തോന്നും ഈ പറയുന്ന ആൽക്കഹോളിക് പ്രൊഡക്റ്റ് ഒന്നും GST താഴെ വരുന്നതല്ല അല്ലേ, അത് GST താഴെ അവരതിന് സ്പെഷ്യൽ എക്സൈസ് ഡ്യൂട്ടി ആണ് അല്ലെങ്കിൽ ചാർജ് ചെയ്യുക. അപ്പൊ നമുക്കിവിടെ നോക്കാം എന്താണ് ഇവിടെ ശ്രദ്ധിക്കാനുള്ളതെന്ന്. അപ്പോൾ ബീർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ക്രൗൺ ബീർ ലിമിറ്റഡ് KM ലിമിറ്റഡിന് എന്ത് കൊടുത്തു? അല്ലെങ്കിൽ ടെൻഡർ കൊടുത്തു. എത്ര? ഹ്യൂമൻ കൺസംഷന് വേണ്ടിയിട്ടാണ്. ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദി ജോബ് വർക്ക് 5,000 ബീർ ബോട്ടിൽസ്, അപ്പൊ 5,000 ബീർ ബോട്ടിൽസ് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത് വർക്ക്, ജോബ് വർക്ക്. അപ്പൊ 5,000 ബീർ ബോട്ടിൽസ് റിട്ടേൺ ടു ക്രൗൺ. അപ്പൊ 5,000 ബീർ ബോട്ടിൽസ് KM ലിമിറ്റഡ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ക്രൗണിന് കൊടുത്തു. പുട്ടിംഗ് ദി റീറ്റെയിൽ സെയിൽ പ്രൈസ് ആസ് ₹200 ഓൺ ഈച്ച് ബോട്ടിൽ. ഓരോ ബീർ ബോട്ടിലിനും 200 രൂപയാണ് അവിടെ ചാർജ് വെച്ചിട്ടുള്ളത്, ഇൻക്ലൂസീവ് ഓഫ് ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ്. ടോട്ടൽ 200 rupees. KM ലിമിറ്റഡ് ചാർജ് ₹100 per bottle as job work charges from Crown Beer Private Limited. അപ്പോൾ ഒരു ബീർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്
കെ എം ലിമിറ്റഡിന് വന്നിട്ടുള്ള ചാർജ് എന്ന് പറയുന്നത് 100 രൂപയാണ് ചാർജ് ചെയ്തിട്ടുള്ളത് ഒരു ബീറിന്. ടോട്ടൽ വെച്ചിട്ടുള്ള പ്രൈസ് 200, അതിൽ 100 രൂപ എന്ന് പറയുന്നത് ജോബ് വർക്ക് ചാർജസ് ആണ്. ഫൈൻ GST liability if the rate is 18%. 18% ആണ് അവിടെ GSTയുടെ പെർസെന്റേജ് പറഞ്ഞിട്ടുള്ള. അങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കും GST liability? അപ്പൊ നമുക്ക് ഒരു കാരണവശാലും ഇവിടെ കൺഫ്യൂഷൻ വരേണ്ട കാര്യമില്ല. ആൽക്കഹോൾ കൺസംഷൻ, ആൽക്കഹോൾ എന്ന് പറയുന്നത് ഹ്യൂമൻ കൺസംഷന് വേണ്ടിയിട്ടാണെങ്കിൽ GSTയുടെ കീഴിൽ വരില്ല. ഓക്കെ. പക്ഷെ ഇവിടെ പ്രശ്നം എന്താണ്? ഈ പറയുന്ന ക്രൗൺ ബിയർ പ്രൈവറ്റ് ലിമിറ്റഡ് മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ട് പ്രോസസ് ട്രീറ്റ്മെന്റ് അല്ലെ, ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആർക്ക് ഓർഡർ കൊടുത്തേക്കാണ്? KM ലിമിറ്റഡിന് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ആ ജോബ് വർക്ക് ചാർജ് എന്ന് പറയുന്നത് സപ്ലൈ ഓഫ് സർവീസിന്റെ കീഴിൽ വരും. നമ്മളിപ്പോ തന്നെ പഠിച്ചോളൂ, ജോബ് വർക്ക് ചാർജസ് ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്ത് കൊടുക്കുന്നത് ജോബ് വർക്ക് ചാർജ് ആണ്. സോ അങ്ങനെയാണെങ്കിൽ അതിനെ സപ്ലൈ ഓഫ് സർവീസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. പ്രോസസ് ട്രീറ്റ്മെന്റിന്റെ കീഴിലാണ് വരിക. സോ സപ്ലൈ ഓഫ് സർവീസ് ആയിട്ട് ട്രീറ്റ് ചെയ്ത് GST അവിടെ ചാർജ് ചെയ്യും. അപ്പോൾ 100 രൂപയാണ് ഒരു ബീർ ബോട്ടിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചാർജ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എങ്ങനെയായിരിക്കും ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക? നമുക്കറിയാം 18%-ലെ പകുതി CGST പകുതി SGST വരും. സോ CGST 5000 ബോട്ടിലിന് 100 രൂപ വെച്ചിട്ട് 9%. സോ 45,000 rupees. Then SGST 5000 ബോട്ടിലിന് 100 rupees വെച്ചിട്ട് 9%, 45,000 rupees. ടോട്ടൽ 90,000 ടാക്സ് ലയബിലിറ്റി KM ലിമിറ്റഡിന് വരുന്നതാണ്. ടോട്ടൽ 90,000. ഓക്കെ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആൽക്കഹോളിക് കൺസംഷൻ ആണെങ്കിൽ ഈ പറയുന്ന ആൽക്കഹോളിക് കൺസംഷൻ ഹ്യൂമൻ കൺസംഷന് വേണ്ടിയിട്ടാണ് എങ്കിൽ GSTയുടെ കീഴിൽ വരില്ല. പക്ഷേ അവിടെ പ്രോസസ് ചാർജ് ജോബ് വർക്ക് ചാർജ് എന്ന് പറയുന്നത് ഈ പറയുന്ന സപ്ലൈ ഓഫ് സർവീസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അത് ടാക്സ് കൊടുക്കേണ്ടി വരും, GSTയുടെ കീഴിൽ വരും. ക്ലിയർ? ഓക്കെ. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് സെക്ഷൻ 7 സബ്സെക്ഷൻ 1A ഷെഡ്യൂൾ 2-ലെ 2 ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എന്ന് പറയുന്നത് സപ്ലൈസ് അത് ലീസിനാവട്ടെ റെന്റിനാവട്ടെ യൂസ് ചെയ്യുന്നെങ്കിൽ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ സപ്ലൈ ഓഫ് സർവീസ് ആയിട്ട് GST അവിടെ ചാർജ് ചെയ്യേണ്ടി വരും. അതിനുശേഷം കണ്ടു ജോബ് വർക്ക് അല്ലെങ്കിൽ പ്രോസസ് ട്രീറ്റ്മെന്റ്, ഒരു പ്രോഡക്റ്റ് എടുത്ത് അത് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ജോബ് വർക്ക് മാത്രം കൊടുക്കുകയാണെങ്കിൽ ആ ജോബ് വർക്ക് ചാർജുമേ GST ചാർജ് ചെയ്യും. സപ്ലൈ ഓഫ് സർവീസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഓക്കെ. സോ നമുക്ക് ഇനി ഈ സെക്ഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഒരു 3 പോയിന്റ് കൂടിയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോമ്പോസിറ്റ് സപ്ലൈ ഉണ്ട്, ദെൻ സപ്ലൈ ഓഫ് ഗുഡ്സ് ഉണ്ട്, ട്രാൻസ്ഫർ ഓഫ് ബിസിനസ് അസറ്റ്സ് ഉണ്ട്. സോ നമുക്ക് ഈ 3 പോയിന്റും അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. സോ അടുത്ത ക്ലാസ്സിൽ ഈ ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.